കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് മക്കളെ നിങ്ങളുടെ വിശേഷങ്ങള്? എല്ലാവരും വളരെ സേഫായിട്ട്, വളരെ സുരക്ഷിതമായി, ആരോഗ്യത്തോടു കൂടി വീട്ടിലിരിക്കുന്നുണ്ടല്ലോ അല്ലെ? അൽഹംദുലില്ലാഹ്. നമ്മള് ഈ മഹാമാരി കാലത്ത് പുതിയൊരു വിദ്യാഭ്യാസ വർഷത്തിലേക്ക്, ഒരു ന്യൂ അക്കാഡമിക് ഇയറിലേക്ക് കടന്നിരിക്കുക. എല്ലാവരും ഹാപ്പിയിലല്ലേ, സന്തോഷത്തിലല്ലേ? ആണ്. അപ്പോ എല്ലാ കുട്ടികളും വളരെ കഠിനാധ്വാനത്തോടു കൂടി കഴിഞ്ഞ വർഷം 4ാം ക്ലാസ്സിൽ നിന്ന് പാഠഭാഗങ്ങളൊക്കെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി പുതിയ ഒരു ക്ലാസ്സിലേക്ക് വന്നിരിക്കാം. അപ്പോ 5ാം ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യാം. അപ്പോ അതോടൊപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ മറ്റ് സ്കൂളുകളിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളുണ്ടാവും. മറ്റ് സ്കൂളുകളിൽ നിന്ന് വന്ന കുട്ടികൾ, ആ കുട്ടികളെ സാറിന് പരിചയപ്പെടണം. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് നേരിൽ കണ്ട് പരിചയപ്പെടാം. അപ്പോ ഞാന് നിങ്ങളുടെ ക്ലാസ്സിൽ എടുക്കുന്നത് അടിസ്ഥാന പാഠങ്ങൾ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ആ ബുക്കില് 2 ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് ഖുർആന്, മറ്റൊന്ന് ഹദീസ്. ഈ അടിസ്ഥാന പാഠങ്ങൾ എന്ന് പറയുന്ന ബുക്ക് മക്കളൊക്കെ വാങ്ങണം. അതോടൊപ്പം തന്നെ അതിന് ഒരു സിംഗിൾ ലൈന് നോട്ട് ബുക്കും വാങ്ങണം. അപ്പോ ഞാൻ പറഞ്ഞു, ഈ ബുക്കിന് 2 പാർട്ടാണുള്ളത്. ഒരു പാർട്ട് ഖുർആനും മറ്റൊരു പാർട്ട് ഹദീസും. അപ്പൊ ഈ ഖുർആന് സാറ് ഒരു ആഴ്ച എടുക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഹദീസായിരിക്കും. ആ ഒരു ക്രമത്തിലാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക. അപ്പൊ ഇന്ന് വിശുദ്ധ ഖുർആനിലെ 1ാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. നിങ്ങളെല്ലാവരും വളരെ ഫെമിലിയർ ആണ് ആ അധ്യായം. കാരണം പ്രാർത്ഥനാധ്യായമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. കാരണം നമസ്കാര സമയത്തൊക്കെ എല്ലാ റക്അത്തിലും നമ്മൾ ഫാത്തിഹ ഓതാറുണ്ട്. ഫാത്തിഹ പഠിക്കാതിരുന്നാൽ, ഫാത്തിഹ അറിയാതിരുന്നാൽ, ഓതാതിരുന്നാൽ നമ്മുടെ നമസ്കാരം ശരിയാവില്ല എന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ് ഈ സൂറത്തുൽ ഫാത്തിഹ എന്ന് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അൽ ഇൻട്രൊഡക്ഷൻ, മുഗബ്ബുര എന്നൊക്കെയാണ് അർത്ഥം. അപ്പം വിശുദ്ധ ഖുർആനിലെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായിട്ട് അവതരിച്ചിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഒരു അധ്യായമായിട്ട് അവതരിച്ചിട്ടുള്ള സൂറത്ത്. ഇതിനു മുമ്പ് ചില ആയത്തുകളും ശകലങ്ങളും ഒക്കെ വേറെ അധ്യായങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ, സൂറത്തുൽ അലഖിലുള്ള, അതുപോലെ തന്നെ യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. അതൊക്കെ അതിന്റെ ഓരോ ചില ഭാഗങ്ങളാണ് ഇതിനു മുമ്പ് തുടക്കത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഒരു അധ്യായം എന്ന നിലയ്ക്ക് ആദ്യമായിട്ട് അവതരിച്ചിട്ടുള്ള സൂറത്ത് ആണ് സൂറത്തുൽ ഫാത്തിഹ. ഇതിന് മറ്റൊരു പേരും കൂടി പറയാറുണ്ട്. എന്താണ് അതിന്റെ പേര്? ആരോ പറഞ്ഞല്ലോ, ഉമ്മുൽ കിതാബ് അല്ലെങ്കിൽ ഉമ്മുൽ ഖുർആൻ എന്നൊക്കെ ഇതിന് പേര് പറയാറുണ്ട്. അപ്പോ ഇത് ഇതിന്റെ അർത്ഥങ്ങളും അതുപോലെ തന്നെ ആശയങ്ങളും ഒക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതില് എല്ലാവരും നിങ്ങളുടെ ഖുർആന് മുമ്പിൽ മറച്ചു വെക്കണം. മറച്ചു വെച്ചിട്ട് അതിൽ നോക്കണം. ഇവിടെ ഈ ചാർട്ടിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പോ ഒന്നാമത്തെ ഞാനൊന്ന് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം
സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ഇതാണ് സൂറത്തുൽ ഫാത്തിഹ. ഇതില് ഇപ്പൊ നമ്മൾ നോക്കാം. ഒന്നാമത്തെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അർത്ഥം? ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി എന്നാണ് അവിടെ ശരിക്കും വരിക. ബിസ്മില്ലാഹി, അലിഫ് അവിടെ കൂട്ടി എഴുതിയപ്പോൾ ഡിലീറ്റ് ആയി പോയതാണ്. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമം കൊണ്ട്. അർ റഹ്മാൻ അർ റഹീം, അളവറ്റ ദയാപരനും കരുണയുറ്റവനുമാണ്. അളവറ്റ ദയാപരനും കരുണയുറ്റവനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അതാണ്. ഇനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു എന്ന് പറഞ്ഞാൽ സർവസ്തുതിയും, സർവസ്തുതിയും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹുവിനാണ് സർവസ്തുതി. ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്, അള്ളാഹുവിന് മാത്രമാണ് സർവസ്തുതിയും. എങ്ങനെയുള്ള? അർ റഹ്മാൻ അർ റഹീം, അങ്ങേ അളവറ്റ ദയാപരനും അതുപോലെ തന്നെ അർ റഹീം എന്ന് പറഞ്ഞാൽ എന്താണ്? അർ റഹീം എന്ന് പറഞ്ഞാൽ കരുണയുറ്റവനുമായ. മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ. പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു, സഹായാർത്ഥന നടത്തുകയും ചെയ്യുന്നു. ഇഹ്ദിന, ഞങ്ങളെ നയിക്കണമേ, അസ്സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ, നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ. അസ്സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ചൊവ്വായ മാർഗം, നേരായ മാർഗം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നിഅമത്ത് എന്ന അനുഗ്രഹം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് അനിഷ്ടത്തിന് വിധേയരായവരുടെ മാർഗത്തിലല്ല. വലദ്ദാലീൻ, വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ, ളാല് എന്ന് പറഞ്ഞാൽ നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരുടെ മാർഗത്തിലുമല്ല, അഥവാ വഴിതെറ്റിപ്പോയ സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകളുടെ മാർഗത്തിലുമല്ലാതെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ, അവരോടൊപ്പം ഞങ്ങളെ നീ നയിക്കണമേ. ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആമീൻ എന്ന് പ്രാർത്ഥിക്കണം. എന്താണ് ഇതിന്റെ അർത്ഥം? ആമീൻ എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനയ്ക്ക് പടച്ച തമ്പുരാനെ നീ ഉത്തരം നൽകണമേ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ പ്രാർത്ഥന സൂറത്താണ് ഇത്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം അതിന്റെ വിശദീകരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണയുറ്റവനും അതുപോലെ തന്നെ അളവറ്റ ദയാപരനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഇത് നമ്മൾ ഈ വിശുദ്ധ ഖുർആനിലെ എല്ലാ അധ്യായത്തിലും ഒരായത്താണ്. ഒരായത്താണ് എന്ത്? ബിസ്മി കൊണ്ട് തുടങ്ങണം. സൂറത്ത് തൗബ ഒഴികെ ബാക്കിയുള്ള എല്ലാ സൂറത്തുകളിലും ബിസ്മി ഉണ്ട്. ബിസ്മി ഒരു ആയത്താണ്. അപ്പം അള്ളാഹുവിന്റെ നാമം കൊണ്ട് നമ്മൾ ഒരു സംഗതി ചെയ്യുമ്പോൾ, അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങണം. വസ്ത്രം ധരിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം കൊണ്ട് നമ്മൾ ആരംഭിക്കണം. അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കണം. ഇങ്ങനെ ചെയ്താൽ എന്താ മക്കളെ അതിനോടുള്ള നേട്ടം? എന്താണ് ഇതിനോടുള്ള നേട്ടം? ഒന്ന്, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും, അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവും, അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മ വരും, സ്മരിക്കാൻ സാധിക്കും. തെറ്റുകളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുകയും ചെയ്യും. കാരണം ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ തുടങ്ങുക. അപ്പൊ ആ സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കും, പടച്ചവനെ ഇത് അള്ളാഹു ഇഷ്ടപ്പെട്ടതാണോ ഇഷ്ടപ്പെടാത്തതാണോ, ഇഷ്ടപ്പെടാത്ത പ്രവൃത്തി ഞാൻ ചെയ്താൽ എന്തായിരിക്കും അതിന്റെ ഭവിഷ്യത്ത് എന്നൊരു വേള അവൻ ചിന്തിക്കും. അങ്ങനെയാകുമ്പോൾ താരതമ്യേന തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ അവൻ മുതിരുകയില്ല.
പിന്നെ അടുത്തതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും ആർക്കാണ്? ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതി. അല്ലേ? അപ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്, അള്ളാഹുവിന് മാത്രമാണ് സ്തുതികൾ എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ഈ സർവ്വലോകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭൂമിയുണ്ട്, സൂര്യനുണ്ട്, അതുപോലെ തന്നെ നക്ഷത്രങ്ങളുണ്ട്. ഈ പ്രപഞ്ചമൊക്കെയും സൃഷ്ടിച്ചത് ആരാ മക്കളെ? അള്ളാഹുവാണ്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആരാ മക്കളെ? ആരാ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവാണ്. അതുപോലെ തന്നെ ഈ മനുഷ്യർക്കും ഇതര ജീവജാലങ്ങൾക്കും ഒക്കെ അനുഗ്രഹവും കാരുണ്യവും ഔദാര്യവും ഒക്കെ വാരിക്കോരി നൽകിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ ഈ അള്ളാഹുവിനാണ് സ്തുതിക്കപ്പെടാൻ ഏറ്റവും അർഹൻ. ഈ ലോകത്താരാണ്? അള്ളാഹുവാണ്. അതാണ് നമ്മൾ ഈ ആയത്തിലൂടെ പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സ്തുതികളൊക്കെയും സ്തോത്രങ്ങളൊക്കെയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. പിന്നെ അടുത്തതാണ് അർ റഹ്മാൻ അർ റഹീം. ഇത് രണ്ടും റഹ്മാൻ റഹീം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. അള്ളാഹുവിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങളിൽപ്പെട്ട രണ്ട് വിശേഷണമാണ് റഹ്മാൻ റഹീം എന്ന് പറയുന്നത്. റഹ്മാൻ എന്ന് പറയുന്നത് അളവറ്റ ദയാപരനാണ്. അതുപോലെ തന്നെ റഹീം എന്ന് പറഞ്ഞാൽ കരുണയുറ്റവനാണ്, കാരുണ്യം ചൊരിയുന്നവനാണ്. അപ്പം ഈ ലോകത്തിലുള്ള മനുഷ്യർക്കും ഇതര ജീവജാലങ്ങൾക്കും ചരാചരങ്ങൾക്കും ഒക്കെ അള്ളാഹുവിന്റെ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് റഹ്മാൻ റഹീം എന്നീ പദങ്ങൾ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. കാരണം നമ്മൾക്കറിയാം ഇതൊരു പ്രാർത്ഥനാ സൂറത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ പ്രാർത്ഥനാ സൂറത്ത് നമ്മൾ ആരംഭിക്കുന്നത് ഏതൊരു ശക്തിയെ പിടിച്ചാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഏതൊരു ശക്തിയോടാണോ നമ്മൾ സഹായം തേടുന്നത്, അവനോട് നമ്മൾ എന്തായിരിക്കണം? അവനായിരിക്കണം സർവ സ്തുതിയും നമ്മൾ അർപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സ്തുതിഗീതങ്ങളൊക്കെയും അവനെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകവും ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളും ഒരു നാൾ നശിച്ചിട്ട് സർവ മനുഷ്യരെയും അള്ളാഹു പരലോകത്ത് ഹാജരാക്കിയിട്ട് മനുഷ്യർ ഈ ലോകത്ത് വെച്ച് ചെയ്ത പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനത്തിന്റെ നന്മയും ആ പ്രവർത്തനത്തിന്റെ തിന്മയും വിചാരണ ചെയ്യപ്പെട്ടിട്ട് നന്മകൾ കൂടുതൽ പ്രവർത്തിച്ചവന് സ്വർഗവും തിന്മകൾ കൂടുതൽ പ്രവർത്തിച്ചവനെ നരകത്തിലടച്ച് ശിക്ഷിക്കുകയും ചെയ്യും. ഈ സമയത്ത് ഓരോ മനുഷ്യനും ബോധ്യപ്പെടും. എന്താ ബോധ്യപ്പെടുക? അള്ളാഹുവിന്റെ ഇസ്സത്ത്, അള്ളാഹുവിന്റെ പ്രതാപം അവൻ അന്ന് ബോധ്യപ്പെടും. ആ അന്നത്തെ ദിവസത്തെ ന്യായാധിപനും ഉടമസ്ഥനും പരമാധികാരിയും ഒക്കെ ആരാണ്? അള്ളാഹു ആയിരിക്കും ആ ദിനത്തിൽ. അതാണ് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ കവച്ചു വെക്കാൻ, അള്ളാഹുവിന്റെ ആ വിധിയെ ചോദ്യം ചെയ്യുവാൻ ഒരാൾക്കും അന്ന് അവകാശം ഉണ്ടായിരിക്കുകയില്ല. അതാണ് മാലിക് യൗമിദ്ദീൻ. പിന്നെ അടുത്തതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ആശയമാണ്. ഇപ്പോ ഇബാദത്തിന് അബദ ഇബാദത്ത് എന്നതിന് ആരാധന, അനുസരണം, അടിമത്തം, കീഴ്വണക്കം, ഇതൊക്കെ ഇബാദത്ത് എന്നതിനർത്ഥമാണ്. അപ്പൊ നമ്മള് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുവിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? പരമമായി അനുസരിക്കാവൂ. അതുപോലെ തന്നെ അള്ളാഹുവിന് മാത്രമേ നമ്മൾ കീഴ്വണങ്ങാവൂ. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി വല്ലതും
ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ചാൽ അവരെ നമ്മൾ അനുസരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി സ്വന്തം മാതാപിതാക്കൾ പോലും മക്കളെ നമ്മളോട് വല്ലതും കൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെ അനുസരിക്കേണ്ടതുണ്ടോ? അനുസരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നു. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ, നമ്മുടെ ആവലാതികൾ കേൾക്കുവാൻ, നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയാൻ നമ്മുടെ ആവശ്യം നിറവേറ്റി തരുന്നവൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇബാദത്തും അതുപോലെ തന്നെ സഹായാർത്ഥനയും ഒക്കെ അള്ളാഹുവിനോട് മാത്രമാണ് എന്നതിനുള്ള ഒരു പ്രതിജ്ഞയാണ് നമ്മൾ ഇതിലൂടെ എടുക്കുന്നത്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയും ചെയ്യുന്നു. അള്ളാഹുവിനോട് മാത്രമാണ് സഹായാർത്ഥന നടത്തേണ്ടത്. അതിൻ്റെ ഇടയിൽ മധ്യവർത്തികളെ വെച്ചുകൊണ്ട് നമ്മൾ സഹായാർത്ഥന നടത്താൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ ചോദിക്കാവൂ. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ അടിമ എന്നെ സംബന്ധിച്ച് നിന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്തുണ്ട്, ഞാൻ അവർക്ക് സഹായം നൽകും. എന്നോട് ചോദിക്കുക, ഞാൻ അവന് ഉത്തരം നൽകും. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി. എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹായം ചെയ്യാൻ, നമ്മെ സഹായിക്കുവാൻ, നമ്മുടെ ആവലാതികൾ കേൾക്കാൻ, ആവശ്യങ്ങൾ നിർവർത്തിച്ചു തരുവാൻ ഒക്കെ പ്രാപ്തനും യോഗ്യനുമായിട്ടുള്ള ആളാണ് പടച്ച തമ്പുരാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന, പടച്ചവനെ ഞങ്ങളെ നീ നയിക്കണമേ, ഇത് നമ്മൾ പ്രാർത്ഥിക്കണം. ഇഹ്ദിന, അപ്പോൾ നന്മയും അതുപോലെ തന്നെ ജീവിത വിജയവും ഏതിലാണ് എന്നുള്ളത് അറിയുകയില്ല. അതുപോലെ തന്നെ പരമമായ അറിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. സർവജ്ഞനാണ് അള്ളാഹു. ഈ അള്ളാഹു സർവജ്ഞനായ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ നന്മ ഏതാണ്, അതുപോലെ തന്നെ ജീവിത വിജയത്തിന്റെ മാർഗം ഏതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ താഴ്മയോടുകൂടി അവന്റെ അടിമകളും ദാസന്മാരും എന്ന നിലക്ക് താഴ്മയോടുകൂടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത് മക്കളെ? എന്താ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവേ, നന്മയുടെ മാർഗം, ശരിയുടെ മാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ തമ്പുരാനെ. കാണിച്ചു തന്നിട്ട് ആ മാർഗത്തിലൂടെ ഞങ്ങളെ സഞ്ചരിപ്പിച്ച് ആ ജീവിത വിജയത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കണമേ. അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന. പിന്നെ ഏതാണ് ആ മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായിട്ടുള്ള വിധേയരായിട്ടുള്ള ഒരുപാട് ആളുകൾ ലോകത്ത് മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകന്മാർ, അതുപോലെ തന്നെ ശുഹദാക്കൾ, സ്വാലിഹുകൾ, സജ്ജനങ്ങൾ തുടങ്ങിയിട്ടുള്ള സിദ്ദീഖുകൾ, അതുപോലെ തന്നെ ഇവരൊക്കെയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വിധേയരായിട്ടുള്ള ആളുകളാണ്. അപ്പം അവര് പിൻപറ്റിയ മാർഗം, ആ നന്മയുടെ മാർഗം, ആ മാർഗത്തിലൂടെ ഞങ്ങളെ നടത്തി ഇഹപര വിജയം കരസ്ഥമാക്കുന്ന സജ്ജനങ്ങളുടെ, സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പടച്ച തമ്പുരാനെ ഞങ്ങളെ നീ ചേർക്കണമേ. എന്നിട്ട് പറയുന്നു വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, വൈരിൽ മഗ്ദൂബി അലൈഹിം. അള്ളാഹുവിന്റെ അനിഷ്ടത്തിന്, അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഫിർഔന്, അതുപോലെ തന്നെ നമ്രൂദ്, ഖാറൂന്, ശൈത്താന്, ഇവരൊക്കെയും അള്ളാഹുവിന്റെ അനിഷ്ടത്തിന് വിധേയരായിട്ടുള്ള, കോപത്തിന് വിധേയരായിട്ടുള്ള ആളുകളാണ്. അവരുടെ മാർഗത്തിലല്ല. വലദ്ദാലിൻ, അതുപോലെ തന്നെ വഴിപിഴച്ചു പോയ, നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകൾ. ഇപ്പൊ അബൂലഹബിനെ പോലെയുള്ള ആളുകൾ, അവരൊക്കെ വഴിതെറ്റിപ്പോയ ആളുകളാണ്. അപ്പൊ അവരുടെ മാർഗത്തിലല്ലാതെ, ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം, അവരുടെ മാർഗത്തിലല്ലാതെ അള്ളാഹുവെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അവസാനം നമ്മൾ ആമീൻ എന്ന് പറയണം. ആമീൻ എന്ന് പറയുന്നത് എന്തിനാണ്? പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. അതാണ് ആമീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് സർവലോക രക്ഷിതാവായ അള്ളാഹുവിനുള്ള സ്തുതി, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദാസന്മാരും
അടിമകളും എന്ന നിലക്ക് ഉള്ള അള്ളാഹുവിനോട് നമ്മൾ പ്രകടിപ്പിക്കുന്ന താഴ്മ, അത് വിധേയത്വം. അതുപോലെ തന്നെ മൂന്നാമത് നന്മയും ശരിയായ ജീവിത വിജയവും കാണിച്ചു തരുവാനുള്ള പ്രാർത്ഥന. ഇത് മൂന്നും കൂടി ഉൾക്കൊള്ളുന്നതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഉള്ളടക്കം. ഇനി മക്കൾ ചെയ്യേണ്ടത്, ഞാൻ ചില വർക്കുകൾ നിങ്ങൾക്ക് തരും. ഇപ്പം ഇതിന്റെ പദങ്ങളുടെ അർത്ഥം, അതുപോലെ തന്നെ അഭ്യാസം, ഇതൊക്കെ നിങ്ങൾ ചെയ്തു വെക്കണം. അത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് സാറ് തരും. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. അപ്പോ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഖുർആനിനെ അതിൻ്റെതായ ഗൗരവത്തിലെടുത്ത് ഖുർആനിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ നല്ല നിലയും വിലയും ഒക്കെ ഉണ്ടാവും എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും, മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടാകും. അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകളിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും. ആ വീടുകളിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം? ഈ സ്റ്റഡി ടൈം ഖുർആൻ കൊണ്ട് തന്നെ തുടങ്ങാം. നിങ്ങൾ വീട്ടിൽ വെച്ച് സ്റ്റഡി ടൈം ഉണ്ടാവും. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുകൾ പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഖുർആൻ കൊണ്ട് അങ്ങോട്ട് തുടങ്ങാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഖുർആനിനെ നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം. അതിനനുസരിച്ച് അത് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ പൊന്നാല മക്കളെ നമുക്ക് ഇസ്ലാമികപരമായിട്ടുള്ള ജീവിതം, ശരിയായ ഇസ്ലാമിക ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിന് പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.